ഐഫോൺ 17 ഇറങ്ങി, കൂട്ടുകാരനെടുത്തു, എനിക്കും മേടിക്കണം. കൂട്ടുകാരൻ ബൈക്ക് എടുത്തു, എനിക്കും ബൈക്ക് മേടിക്കണം. പ്രത്യേകിച്ച് ബുള്ളറ്റൊക്കെ ആണെങ്കിൽ മനസ്സിനകത്തൊരു കുത്താണ്. അവനെടുത്തു, എനിക്കും എടുക്കണം, സാധനം കൊള്ളാം, അടിപൊളി വണ്ടിയാണ്. നമുക്ക് കോമൺ ആയിട്ട് ഹ്യൂമന് തോന്നുന്ന ഒരു സാധനമാണ് കമ്പാരിസൺ. നമുക്ക് തന്നെ മാത്രമല്ല, നമ്മുടെയൊക്കെ കുറച്ച് റിവൈൻഡ് ചെയ്ത് നമ്മുടെ പേരൻസിൻ്റെയൊക്കെ സമയത്തിട്ട് പോയാൽ പോലും നമ്മുടെ അയൽവക്കത്തെ സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കോമഡി ആയിട്ട് പറയുന്നുണ്ട്, കറണ്ട് പോയെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കമ്പാരിസനാണ് അവിടെ. അപ്പം അങ്ങനെയാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റത്തിൽ, നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടെ ഒരു സിസ്റ്റം ബിൽഡായി വന്നേക്കുന്നത് മൊത്തം ഒരു കമ്പാരിസൻ്റെ രീതിയിലാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പഠിക്കുന്ന സമയങ്ങളിലായാൽ പോലും വേറെ കുറേ ആളുകളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാർ വേറെ കുറച്ച് ആളുകളെ അവൻ ആ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ആ ട്യൂഷന് പോകുന്നുണ്ട്, അവൻ എൻ്റെ മോനെ ആ ട്യൂഷന് വിടണം, ദേ ഓൾ ഹാവ് ദാറ്റ് കമ്പാരിസൺ. അതായത് എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഏറ്റവും കൂടുതൽ അടിപൊളിയാക്കണം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം, അവർ ഏറ്റവും ടോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പേരൻസ്. അഗെയിൻ നമ്മളൊരു കമ്പാരിസൺ മോഡിലാണ് പോകുന്നത്. റാദർ ദാൻ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് എന്താ വേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കും ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഐഫോണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സാമ്പിൾ, ഞാനിവിടെ കാനഡയിലൊക്കെ വന്നു കഴിഞ്ഞ് മാസ്റ്റേഴ്സൊക്കെ പഠിച്ച സമയത്ത്, ആ സമയത്തൊന്നും നമുക്ക് വണ്ടിയില്ല. ഈ കാർ എന്നുള്ളത് ബോയ്സിന് പ്രത്യേകിച്ച് ഒരു വലിയ വികാരമുള്ളൊരു സാധനമാണ്. അപ്പം എല്ലാ കാർ പ്രാന്തന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പഠിച്ചടങ്ങി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് ജോലി കിട്ടി. പഠിച്ച ഉടനെ തന്നെ അവന് ജോലി കിട്ടി. വിത്തിൻ ടു മന്ത്സ് ജോലി കിട്ടി. ദ നെക്സ്റ്റ് ഡേ ഹി ബോട്ട് എ ന്യൂ കാർ. ഏത് കാറാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കാരണം കാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ പിൻ പോയിന്റ് ചെയ്ത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം കാറ് മേടിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും സ്റ്റുഡൻസ് കഴിഞ്ഞ് നമ്മൾ ജോലി തപ്പുകയാണ്, ജോലി തണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് കൊറോണയാണ്, പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ജോലി കിട്ടാനില്ല. അപ്പോൾ അതേ ഒരു കൂട്ടുകാരൻ ജോലിയും മേടിച്ച് കാറും മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കമ്പാരിസൺ ഉണ്ടോ, അവന് ജോലി കിട്ടി, ഒന്നാമത്തെ കമ്പാരിസൺ. രണ്ടാമത്തെ കമ്പാരിസൺ, അവൻ കാറ് മേടിച്ചു. ബോയ്സിനെ നമുക്ക് ജോലി എന്നുള്ളത് ഓക്കെ, കാറ് മേടിക്കുന്നത് നമുക്കൊരു പ്രത്യേകിച്ച് നമ്മുടെ മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം അത് വേണം, എനിക്കും അതുപോലെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു കമ്പാരിസൺ എൻ്റെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്താലും കാര്യമില്ല, നമ്മൾ എന്ത് കിട്ടിയിട്ടും നമുക്ക് തൃപ്തിയില്ലാത്തൊരു സിറ്റുവേഷൻ. അതായത് അതാണ് വേണ്ടത്, ജോലി കിട്ടണം, കാറും മേടിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ തോട്ട് വളരെ ഡീപ്പറായിട്ട് വരാൻ പ്ലാൻ ചെയ്യാണ്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് നിന്നത്, ഞാൻ ആ സമയത്ത് എനിക്ക് ഫുൾ ടൈം ജോബ് കിട്ടിയിട്ടില്ലായിരുന്നു. എവിഡൻസ് എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നത്, എനിക്ക് പാർട്ട് ടൈം ജോലി. കാരണം പാർട്ട് ടൈം ചെയ്യാതെ ആർക്കും കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം പാർട്ട് ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാലും നമ്മുടെ ഡേ ടു ഡേ പാർട്ട് ടൈം ചെയ്താൽ കിട്ടുന്നത് എന്താണ്, കിടക്കാനും കഴിക്കാനുള്ള പൈസ കിട്ടും, ചിലപ്പോൾ കുറച്ച് സേവിങ്സ് കിട്ടും. ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ റെൻറ്റും നമ്മൾ മേടിക്കുന്ന ഐറ്റംസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ഞാൻ വർക്ക് ചെയ്തത്, ഐ വാസ് വർക്കിംഗ് വിത്ത് എൻ എഞ്ചിനീയറിംഗ് ഫേം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത്. അപ്പോൾ ആ കമ്പനിയുടെ ഫൗണ്ടറായ പുള്ളി, മുതലാളി, പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ നീ ജോലിക്ക് ഇപ്പോൾ വരുന്നുണ്ട്, പാർട്ട് ടൈം ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്കൊരു കാറ് മേടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് എടുത്ത് വായിക്കുക ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഇപ്പോൾ കാറെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാർ മേടിച്ചാൽ എനിക്ക് ബസ് എടുക്കാതെ എനിക്ക് പെട്ടെന്ന് വരാം, 10 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ എനിക്ക് സ്ഥലത്തെത്താം, കാർ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ഥലങ്ങൾ കാണാൻ പോകാം. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം പറയാൻ തുടങ്ങി. അപ്പം അന്ന് ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ടേണിംഗ് പോയിന്റ് മൊമെൻ്റാണ്. അതായത് അപ്പം എൻ്റെ ബോസ് പറഞ്ഞു, സ്റ്റോപ്പ് റൈറ്റ് ദെയർ. പുള്ളി ഒരു കനേഡിയനാണ്. പുള്ളി പറഞ്ഞു, സ്റ്റോപ്പ് റൈറ്റ് ദെയർ, സ്റ്റോപ്പ് വർക്ക്. നമ്മൾ എന്താ വർക്ക് ചെയ്യുന്ന ഇടയിൽ ഞങ്ങൾ ക്യാഷ് ആയിട്ട് സംസാരിച്ചു, വർക്ക് നിർത്താം, ലെറ്റ്സ് ഗോ ഫോർ എ കോഫി, യു വാണ്ട് ടോക്ക്, വിൽ സിറ്റ് ഫോർ എ കോഫി ആൻഡ് വിൽ ടോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. യെസ്, ബോസിന് സംഭവം മനസ്സിലായി, ബോസ് കാർ മേടിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ പോവാണ്, നമുക്ക് ഉടനെ തന്നെ കാർ മേടിക്കാം. അപ്പോൾ ജോലി ഇനി ഫുൾ ടൈം എന്നുള്ളത് പുള്ളി പാർട്ട് ടൈം എന്നുള്ള ഫുൾ ടൈം ആക്കാൻ പറ്റുമോ, അതൊക്കെ കിട്ടുമായിരിക്കും, അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കാർ മേടിക്കാം എന്നൊക്കെ ഞാനിങ്ങനെ മനക്കോട്ടകൾ കിട്ടാൻ തുടങ്ങി. നമ്മൾ മനസ്സിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വയ്ക്കാൻ തുടങ്ങി. കാപ്പി ഞങ്ങൾ ചായ കടയിൽ ചെല്ലുന്നു, പുള്ളി ചായയൊക്കെ മേടിച്ച് തരുന്നു, ഞങ്ങളൊരു കോഫിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സീലിരുന്ന് പുള്ളി എന്നോട് ചോദിക്കുകയാണ്, വൈ യു നീഡ് എ കാർ. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട്, ഇതല്ലേ പുള്ളി കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കാർ. ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആണെന്നുള്ളത്, ഇങ്ങനെ കാർ കിട്ടിയാൽ ട്രാവൽ ചെയ്യാലോ, ജോലിക്കൊക്കെ പെട്ടെന്ന് വരാമല്ലോ. അപ്പോൾ പുള്ളി ചോദിച്ചു, വൈ യു നീഡ് എ കാർ. ഞാനിങ്ങനെ
പുള്ളിക്ക് ചെവി കേൾക്കുന്നില്ല, ഇനി അങ്ങനെ വല്ലതാണോ? കാരണം പുള്ളിക്ക് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാകാത്തതുകൊണ്ടാണ്, നമ്മൾ പല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഐ ഡോണ്ട് സീ ദർ ഇസ് എൻ ആക്ച്വൽ റീസൺ യു നീഡ് എ കാർ. അപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് വരാനാണെങ്കിൽ ബസ് എടുത്ത് വർക്കിന് വരാം. സോ ഐ ഡോണ്ട് സീ എൻ്റെ റിക്വയർമെൻറ്റ് എനിക്കറിയില്ല. രണ്ടാമത് നിനക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിൽ യു ഗോ ടു റെൻ്റ് എ കാർ. റെൻ്റ് ചെയ്ത് നീ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്നില്ലല്ലോ. യു ട്രാവൽ ഒരു ലോങ് വീക്കെൻഡ് അല്ലെങ്കിൽ 3 ദിവസമൊക്കെ വെക്കേഷൻ കിട്ടുമ്പോഴല്ലേ നീ ട്രാവൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് അതിന് വേണ്ടി ഒരു കാർ മേടിക്കേണ്ട കാര്യം കേട്ടോ. അപ്പം പണ്ട് ഏതോ സിനിമയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേയില എക്സ്റ്റേറ്റ് മേടിക്കുമോ എന്നുള്ള ചോദ്യമാണ് പുള്ളി എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇത് എൻ്റെ തോട്ടുമായിട്ട് കോൺട്രഡിക്ടറിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല പുള്ളി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് റീസൺ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാർ മേടിക്കുക എന്നുള്ളത് ഇസ് എ ബിഗ്ഗസ്റ്റ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. അപ്പോൾ ആ കമ്പാരിസൺ നിനക്കിപ്പോൾ കമ്പാരിസൺ വരാനുള്ള മെയിൻ റീസൺ ബിക്കോസ് യുവർ ഫ്രണ്ട് ബോട്ട് എ കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധനം സമ്മതിച്ചു, ശരിയാണ്, ആ ഒരു കമ്പാരിസൻ്റെ പുറത്താണ് എനിക്ക് കാർ മേടിക്കാൻ തോന്നിയത്. അപ്പോൾ ആ കമ്പാരിസൺ മൂലം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടാറുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ അവരുമായിട്ട് മാച്ചപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മേടിക്കും, ഈവൻ ദോ ദാറ്റ്സ് നോട്ട് നെസസറി. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ കുറേ കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പം എന്നെ അങ്ങനെ കൃത്യമായിട്ടൊരാൾ ഗൈഡ് ചെയ്യാനുള്ള കാരണം, അപ്പോൾ എനിക്ക് അന്ന് റിയലൈസേഷൻ വന്നു, ശരിയാണ്, ഞാൻ ആ കമ്പാരിസൻ്റെ പുറത്ത് മാത്രം മേടിച്ചിട്ടുണ്ട്. ഒരു കാർ മേടിക്കണമെങ്കിൽ ഞാൻ ഏകദേശം മാസം, പുതിയ കാറാണെങ്കിൽ കാനഡയിലൊക്കെ ആണെങ്കിൽ ഏകദേശം 10,000 രൂപയുടെ EMI തന്നെ ഞാൻ അടയ്ക്കേണ്ടി വരും. പിന്നെ അതിന് ഇൻഷുറൻസ് മാസം 6,000 ടു എന്താ പറയുക, ഒരു 10,000 രൂപയുടെ ഇൻഷുറൻസ് ഞാൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വന്നപ്പോൾ ഒരു മാസം ഞാൻ ലക്ഷങ്ങളാണ് ഒരു കാറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പം എനിക്കിപ്പോൾ ആ 1 ലക്ഷം ഞാൻ റഫായിട്ട് പറയാം, നമുക്ക് കറക്റ്റ് എമൗണ്ട് ഒന്നല്ല, പക്ഷേ 1 ലക്ഷം രൂപ ഞാൻ സ്പെൻഡ് ചെയ്യണം വെറുതെ ഒരു കമ്പാരിസൻ്റെ പുറത്ത്. പക്ഷേ കാർ മേടിക്കാതിരുന്നാൽ എനിക്ക് 6,000 ബസ് പാസ് എടുത്താൽ അല്ലെങ്കിൽ 6,000 രൂപയ്ക്ക് എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സാധനങ്ങളെല്ലാം കഴിയും. 1 ലക്ഷത്തിന് വരെ 6,000 രൂപ, ഇമാജിൻ ദ റേഷ്യോ ഡിഫറൻസ് ഇസ് വെരി ഹ്യൂജ്. ഇൻറ്റു 10 ടൈംസ്, മോർ ദാൻ 10 ടൈംസ് ആണ് നമ്മൾ ആ കോസ്റ്റ് എടുത്ത് തലയിട്ടെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ പുള്ളി എനിക്കിത് കൃത്യമായിട്ട് പുള്ളിയൊരു ബുക്കും പേന എടുത്തിട്ട് പുള്ളി എനിക്ക് കോസ്റ്റ് എഴുതി കാണിച്ചു തന്നു. ആൻഡ് ഇങ്ങനത്തെ ഒരു ബുക്കിലാണ് പുള്ളി അന്ന് എഴുതിയത്. ഐ വുഡൻറ്റ് സേ ദിസ് ഇസ് ദ സെയിം ബുക്ക്, ബട്ട് സെയിം യെല്ലോ കളർ, സെയിം ബുക്ക് ആൻഡ് പെൻ. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, അൺനെസസറി ആയിട്ട് നമ്മൾ കമ്പാരിസൻ്റെ പുറത്ത് കാറല്ല, എന്ത് സാധനമുണ്ട്, ഗാഡ്ജറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയാൽ ഇറ്റ്സ് ഗോയിൻ ടു ബി എ പ്രോബ്ലം. പുള്ളിനോട് കൃത്യമായിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ നിന്റെ സിറ്റുവേഷനിൽ യുവർ ഗഡ്, നിനക്ക് കാർ മേടിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഇത്ര ഫൈനാൻഷ്യൽ ബർഡൻ എടുത്തേക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഡെറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, ലോൺ ക്ലോസ് ചെയ്യുക. കാരണം നിനക്ക് 1 ലക്ഷം രൂപ നിനക്ക് എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ക്ലോസ് ഓഫ് ദാറ്റ് ഡെറ്റ്. കാരണം മാസം അതിനകത്ത് 10% അല്ലെങ്കിൽ 12% അല്ലെങ്കിൽ 15% നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ. അപ്പം അത് നിനക്ക് ചെയ്യാം. ഇഫ് ഐ വെർ യു ഐ വുഡ് ബി ഡൂയിങ് ദാറ്റ് എന്നാണ് പുള്ളി അവസാനം പറഞ്ഞു നിർത്തിയത്. അന്ന് നൈറ്റ് ഈവനിങ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കാർ മേടിച്ച ഫ്രണ്ടിനെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചു, യെസ്, ഹി ഹാസ് എ ഫുൾ ടൈം ജോബ്. അവന് കാർ മേടിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ, കാരണം അവന് ഫുൾ ടൈം ജോബുണ്ട്, അവൻ്റെ ഫാമിലി കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. അപ്പോൾ ഹി ഹാസ് ദി എബിലിറ്റി ടു ഡു ഇറ്റ്. ബട്ട് എനിക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല. ബട്ട് ദെൻ വൈ ഐ ഷുഡ് ഗോ ബൈ എ കാർ? അപ്പോൾ എനിക്ക് റിയലൈസേഷൻ വന്നു, അങ്ങനെ ഒരാൾ എനിക്ക് കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞു തന്ന കാരണം ഐ ക്ലോസ് ടു മൈ എഡ്യൂക്കേഷനിൽ. കാർ മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ ക്ലോസ് ഓഫ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. കാനഡയിൽ പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇവിടെ വരുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ലോണാണ്, വീട്ടുകാരുടെ വീടൊക്കെ ആധാരമൊക്കെ പണയം കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് വരുന്നത്. ഇറ്റ്സ് ഹ്യൂജ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു ഗ്രോത്തിൻ്റെ സെൻസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ വർഷങ്ങൾ ശേഷം ഓരോ ചെറിയ കാര്യങ്ങളും പുള്ളി എന്നെ കുറേ കാര്യങ്ങൾ ഗൈഡ് ചെയ്തു തന്നു. അൺനെസസറി ആയിട്ട് നമ്മൾ ഒരു 20 വയസ്സുകാരനുണ്ടാക്കാവുന്ന മിസ്റ്റേക്സുകളെല്ലാം പുള്ളി എനിക്ക് കൃത്യമായിട്ട് തുറന്ന് കാണിച്ചു തന്നു. ഫസ്റ്റത്തെ ഒരു കാരണമായിരുന്നു. ഐ വാസ് ഹാപ്പി ബിക്കോസ് ഐ ഹാഡ് ദാറ്റ് കമ്പാരിസൻ്റെ ഒരു തോട്ട് വന്ന കാരണം ഞാൻ പുള്ളിയോട് സംസാരിക്കുകയും അതിൽ നിന്നാണ് ആ കോൺവെർസേഷൻസ്. പുള്ളിയാണ് കുറേ കാര്യങ്ങൾ 20 വയസ്സിൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു വന്നു, ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ നല്ലത്. പുള്ളി അഗൈൻ എപ്പോഴും പറയുന്നത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. ഐ വുഡൻറ്റ് ടെൽ നീ ഇത് തന്നെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇറ്റ്സ് അപ് ടു പീപ്പിൾ. അവരവരുടെ ഇഷ്ടങ്ങളുണ്ട്. ഹി റെസ്പെക്ട് ദാറ്റ്. അപ്പം അതൊക്കെ എന്നെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് സ്റ്റോറിയാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കമ്പാരിസൺ എന്നുള്ള സാധനം എടുത്ത് കളയാൻ. ഒന്ന്, മ്യൂട്ട് ട്രിഗേഴ്സ്. അതായത് നമ്മളെ ഇൻസ്പയർ ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആളുകളെ നമ്മൾ ഫോളോ ചെയ്യരുത്. നല്ലൊരു എക്സാമ്പിൾ, ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തന്നെ പോയിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളിപ്പോൾ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ചാനലാവട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാവട്ടെ, അൺഫോളോ ചെയ്യും. ഞാനിത് എൻ്റെ ലൈഫിൽ ചെയ്തൊരു കാര്യമാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ഇറ്റ്. കാരണം എനിക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വാല്യൂ തരുന്ന ആളുകളുടെ അല്ലെങ്കിൽ കമ്പാനിയൻഷിപ്പാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ കീപ്പ് ചെയ്യുന്നുള്ളൂ.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇപ്പോൾ അവർ കാർ മേടിക്കുന്നു, ഇവരത് ചെയ്യുന്നു എല്ലാം കണ്ട് നമ്മൾ റിവ്യൂ ഇതെല്ലാം കണ്ട് നമ്മൾ വെറുതെ പാനിക് ആവുകയാണ്. നമ്മൾ എന്നിട്ട് അതെല്ലാം നമുക്ക് അതുപോലെ വേണം ആഗ്രഹിക്കുകയാണ്. അടുത്ത എൻ്റെ നമ്മൾ തന്നെയാണ് ബർഡൻ എടുക്കുന്നത്. അപ്പം അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ആണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ട്രാക്ക് യുവർ സെൽഫ്. ഞാൻ ചെയ്യുന്നത് എൻ്റെ എനിക്കൊരു ഡെയിലി നമുക്കൊരു സാധനം ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഞാനിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചൊരു സാധനമാണ്. ലൈക്ക് ഐ ഡു ദിസ് ലൈക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു സാധനമാണ്. ദിസ് ഇസ് ഹെൽപ്പിംഗ് മീ, ദിസ് ഇസ് മൈ മെമ്മറബിൾ മൊമെൻറ്റ്സ് ആൻഡ് വേഴ്സസ് മൈ ഇതെൻ്റെ സ്ലീപ്പ് സൈക്കിൾ ക്യാമറയുടെ മിറർ കൊണ്ടാണ്. സ്ലീപ്പ് സൈക്കിളാണ് ഇതെൻ്റെ ചെയ്യുന്ന ടാസ്കുകളുടെ ചെക്ക് മാർക്സ് ആണ്. അപ്പം ഞാൻ അതിപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഹെൽപ്ഫുൾ. ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 മാസം നിങ്ങളിതുപോലെ ട്രാക്ക് ചെയ്യുക. അപ്പോൾ യു കുഡ് സീ ലോട്ട് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്സ്, ലൈക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇൻ യുവർ ലൈഫ്. മൂന്നാമതായിട്ട് സെലിബ്രേറ്റ് അതേഴ്സ്. അതായത് ഇപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു, ലൈക്ക് അവൻ കാറ് മേടിച്ചതിൽ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. ലൈക്ക് കാരണം അവനത് മേടിച്ചത് അവനത് പറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൽ പിന്നീട് ഞാൻ ഇങ്ങനത്തെ ഒരു റിയലൈസേഷൻ, അപ്പോൾ നമുക്കൊരു ജലസി എന്നൊരു സാധനം സ്റ്റാർട്ട് ചെയ്യില്ല എപ്പോഴും നമ്മൾ ഹ്യൂമൻ മൈൻഡിൽ. അതിനാണ് ജലസി മാറ്റി വെച്ചിട്ട് എടാ അടിപൊളി എന്നെ വിളിച്ച് ഡ്രൈവിനൊക്കെ പോയി വളരെ രസമായിരുന്നു. പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ലൈക്ക് സെലിബ്രേറ്റ്. അടിപൊളിയുടെ കാറൊക്കെ മേടിച്ച് സൂപ്പർ, നമ്മളിതിനൊക്കെയാണല്ലോ വന്നത്, പഠിക്കുക, ജോലി മേടിക്കുക, ലൈഫ് ഇമ്പ്രൂവ് ആവുക എന്നുള്ളതൊക്കെയാണല്ലോ നമ്മുടെ. അപ്പോൾ നീ അത് അച്ചീവ് ചെയ്താൽ വെരി ഹാപ്പി. അപ്പോൾ നമ്മൾ അവനത് പറഞ്ഞു തരാം, ഇങ്ങനെ മേടിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, കാറ് മേടിക്കും, പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ അവന് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ പോയപ്പോൾ അവന് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഹി ഗെയിം മി എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഞാൻ ജലസി അടിച്ചിട്ട് ഞാൻ മാറി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഐ വോണ്ട് ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ, റൈറ്റ്? അപ്പോൾ ഞാൻ കാറ് മേടിക്കാൻ പോയപ്പോൾ ദർ ആക്ച്വലി ഹെൽപ്പ്. ആ പല ടേംസ്, ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഈസി, പല ടേംസ് നമുക്ക് ആവശ്യമുണ്ടല്ലോ. യൂസ്ഡ് കാസ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെ കുറേ ടേംസ് ഒക്കെ പറഞ്ഞു. വാസ് വെരി ഫൺ കോൺവെർസേഷൻ. അപ്പോൾ തിയഡോർ റൂസ്വെൽറ്റ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടേമാണ്, കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ്. തീർച്ചയായിട്ടും അതെ, കമ്പാരിസൺ ഡെഫിനറ്റ്ലി ഈസ് ദ തീഫ് ഓഫ് ജോയ്. നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ പോരാളിയാണ് നമ്മുടെ കമ്പാരിസൺ. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. സ്ക്രോൾ ചെയ്യുന്നത് നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് വെറുതെ മോട്ടിവേറ്റഡ് ആവാതെ ഇന്ന് തന്നെ നിർത്തിയിട്ട് ലൈക്ക് ഡു സംതിങ് ദാറ്റ് ഇസ് യൂസ്ഫുൾ ഫോർ യു. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.